നമസ്കാരം കൂട്ടുകാരെ, ബ്ലൂമിംഗ് ഫ്ലവേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാടൻ പന്നീർ റോസിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാടൻ പന്നീർ റോസ. മനോഹരമായ ഈ പൂക്കളുടെ മെയിനായ ആകർഷണം അതിൻ്റെ കളറും സ്മെല്ലും തന്നെയാണ്. റോസുകളുടെ രാജകുമാരി എന്നൊക്കെ നമുക്ക് പന്നീർ റോസിനെ വിളിക്കാം. പന്നീർ റോസിൽ കുല കുത്തിയാണ് പൂക്കളുണ്ടാവുന്നത്. ഒരു തളിരിൽ തന്നെ ഏകദേശം 10ഓളം മൊട്ടുകൾ ഉണ്ടാവും. പൂക്കൾക്കൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ടായിരിക്കും. ലേയേഴ്സൊക്കെ കുറവാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. ഓവർ കെയറിങ്ങോ വളപ്രയോഗമോ ഒന്നും നമ്മുടെ ഈ ചെടിക്ക് ആവശ്യമില്ല. ചെടി നട്ടു കൊടുക്കുമ്പോൾ അല്പം ചാണകപ്പൊടി മാത്രം ചേർത്ത് വെച്ചാൽ മതി. ചെടികളിൽ കീടബാധയോ കുരുടിപ്പോ ഒന്നും തന്നെ കാണാറില്ല. പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം. പ്രൂണിംഗ് ആണ് ഇതിന് അത്യാവശ്യമായി വേണ്ടത്. പ്രൂൺ ചെയ്ത് കൊടുത്താൽ പിന്നെ തളിരുകളിലെല്ലാം ധാരാളം മൊട്ടുകളുണ്ടാവും. പനിനീർ റോസയുടെ കമ്പുകളിൽ വേര് പിടിച്ച് കിട്ടുന്നത് കുറച്ച് പ്രയാസമാണ്. നമുക്ക് ഈ ചെടിയെ ഹാർഡ് പ്രൂണിംഗ് ഒക്കെ ചെയ്ത് വളരെ ബുഷിയായിട്ട് നിർത്താം. ബുഷിയായിട്ട് നിർത്തി കഴിഞ്ഞാൽ നിറയെ പൂക്കളുണ്ടായി നല്ല മനോഹരമായൊരു കാഴ്ചയായിരിക്കും. ഒരു കുലയിൽ ആദ്യം വിരിയുന്ന പൂവ് അത്യാവശ്യം വലിപ്പമുള്ളൊരു പൂവായിരിക്കും. പിന്നീട് വിരിയുന്ന പൂക്കൾക്ക് അത്രയ്ക്ക് തന്നെ വലിപ്പം ഉണ്ടാവില്ല. മൊട്ടുകളെല്ലാം ഒന്നിച്ച് വിരിഞ്ഞ് നിൽക്കുമ്പോൾ ബൊക്കെ പോലെ നമുക്ക് തോന്നും. ഇതുപോലെ നാടൻ പന്നീർ റോസൊക്കെ നട്ടുപിടിപ്പിച്ചാൽ വീട്ടുമുറ്റം നല്ല ഭംഗിയായിരിക്കും. ബഡ് റോസൊക്കെ വാങ്ങിച്ച് വെക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മുടെ ഇതുപോലെയുള്ള നാടൻ റോസുകൾ വെച്ച് പിടിപ്പിക്കുന്നതായിരിക്കും. ഓവറായിട്ട് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമൊന്നും വരില്ല. ഏകദേശം ഒരു 3 ദിവസമൊക്കെ പൂക്കൾ കൊഴിയാതെ നിൽക്കും. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ പൂക്കളുടെ കളറുകളൊക്കെ ഒന്ന് മങ്ങി പതുക്കെ കൊഴിയൽ തുടങ്ങും. ഇത് കൊഴിയാറായ ഒരു പൂവാണ്, എന്നാലും കാണാൻ നല്ല ഭംഗിയാണ്. പൂക്കളുടെ രാജകുമാരി എന്ന് തന്നെ നമുക്ക് ഈ പൂവിനെ വിളിക്കാം. പ്രത്യേകിച്ച് റോസുകളുടെ രാജകുമാരി. മാസത്തിൽ ഒരു പ്രാവശ്യം ചെടിയുടെ ചുവടൊക്കെ ഒന്ന് കൊത്തിയിളക്കി എന്തെങ്കിലും വളം നമുക്ക് ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടിയോ കോഴിക്കാഷ്ടമോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ എപ്പോഴും കാണാവുന്നതാണ്. മഞ്ഞളിപ്പോ കുരുടിപ്പോ ഒന്നും തന്നെ ഈ നാടൻ റോസിൽ കാണാറില്ല. വേനൽക്കാലത്ത് ചെടിയുടെ ചുവട്ടിൽ 2 നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കണം. പന്നീർ റോസ് നിലത്ത് നടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. നിലത്ത് നട്ടു കഴിഞ്ഞാൽ ചെടിക്ക് നല്ല രീതിയിൽ തന്നെ വളർച്ച കാണും. വള്ളി പോലെ വളർത്തി വിടുന്നതിനേക്കാൾ നല്ലത് വെട്ടി നിർത്തി കുറ്റിച്ചെടിയായിട്ട് നിർത്തുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം. പൂമ്പാറ്റകളും തേനീച്ചകളും എല്ലാം ഈ ചെടിയിൽ ധാരാളം വന്നിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. Bye.